Hello guys, welcome back to my channel Beautiful Kachras. നമ്മളിപ്പോൾ നമ്മുടെ മീൻകുട്ടനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. കുറേ മീനുകളുണ്ട്. കുറേ എണ്ണത്തിൻ്റെയൊക്കെ പുതിയതായിട്ട് ഞങ്ങൾ മേടിച്ചതാണ്. ഇതോ ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ പുതിയതൊക്കെ മേടിച്ചതാട്ടോ. പറ നമ്മൾ നമ്മുടെ കിളിക്കുട്ടികളുടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കിളീൻ്റെ കുട്ടി. ഇതൊക്കെ ഞങ്ങൾ കിളിക്കുട്ടികളെ നട്ടാം. ഒരാളെ കാണുന്നില്ല ഇവിടെ. എനിക്ക് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കിളി കൂടെ ഉണ്ടായിരുന്നു. അത് പറന്നു പോയതാണ്. ഒരു ചെറിയ കിളി അവിടെ വെള്ളം കുടിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, ഇതൊന്നും കാര്യം കുറേ ചെടികളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഉള്ള ചെടികൾ ചിലതിൻ്റെ പേരൊക്കെ എനിക്ക് അറിയും, ചിലതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ ഞങ്ങൾ ചെടികൾ ഇത് ഞങ്ങൾ വളർത്തുന്ന ഒരു ആമേൻ്റെ ഇഷ്ടമാണ്. നമുക്ക് ഏകദേശം വലുതായ ഒരു ആമേനെയാണ്. ഇത് ഞങ്ങൾ കണ്ട് കളഞ്ഞു പോയ അമ്പുട്ടം വലുതായതായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ കണ്ടുപെട്ടു കേട്ടോ അമ്പുട്ടൻ. നേരത്തെ വന്ന കുറച്ച് ഗാർഡൻസിൻ്റെ കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഗാർഡൻ അപ്പം ഇത് ഉണ്ടാവും കോഴിച്ചെമ്പരത്തിയാണ്. ഒരു റോസാപ്പൂവൊക്കെ ഉണ്ട്. പിങ്ക് കളറുള്ള റോസാപ്പൂ ഉള്ളത്. സാധാരണ റെഡ് കളറേ വളരാറുണ്ട്. ഇപ്പം പിങ്ക് കളറൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ നട്ട് വളർത്തിയത് കാക്കാപ്പൂവാണ്. കുറേ എണ്ണൊക്കെ നല്ല വലുതായിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഉണ്ടാവും പൊട്ടിയിട്ട് വാടി എന്നൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അവിടെ ഉണ്ടൊരു കോഴിച്ചെമ്പരത്തി. ഒക്കെ ഇതൊക്കെ ചെടികളാണ്. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാത്തൊരു സ്ഥലത്തായിട്ടാണ് നമ്മൾ മൈലാഞ്ചി ചെടി നട്ടിട്ടുള്ളത്. അതാ ആ കാണുന്ന ചെടി കാണുന്നുണ്ടായി. എനിക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് ഇരുന്ന് കാണുമ്പോൾ തട്ടിപ്പോവും. കൂടുതലാണ്. പിന്നെ ഇപ്പോൾ ഇതൊരു ചെടിയാട്ടോ. ഈ ചെടി എന്താണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഇതെനിക്ക് എന്താണെന്നാണ് തെച്ചിപ്പൂവ് ഇതാണ്. കുറേ ഇവിടുത്തെ ചെടികളൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ പൂവൊക്കെ കുറേ കണ്ടുപിടിച്ച് പോകാൻ പേരറിയില്ല. ഇത്ര ദിവസങ്ങളോളായിട്ടും ഞങ്ങളൊക്കെ ഫിഷ് ടാങ്കിൽ കാണുന്നൊരു ചെടികളാണ് ഇതൊക്കെ. അപ്പം ഇവിടെ ഉണ്ടൊരു ചെടി തൊട്ടടുത്തായിട്ട് തന്നെ. അതൊക്കെ വാടിപ്പോയിട്ടുണ്ട് ഏകദേശം. ഇതാണ് ചെടി വാഴച്ചെടി. അല്ല, രണ്ട് മുട്ട് വളർന്നിട്ടുണ്ട്. ഒന്ന് ഈ മുട്ട്, പിന്നെ ഇത് അവിടെ ഉണ്ടൊരു മുട്ട്. കാണാൻ കഴിയുന്നില്ലേ? കഴിഞ്ഞു ഒരു മുട്ടാണ്. പിന്നെ ഇവിടെ ഒരു 4 മണി ചെടി ഉണ്ട്. 4 മണിക്ക് വളർന്ന ചെടിയാക്കിയത്. ഇതാണ് നമ്മുടെ മറ്റേ മഞ്ഞളുടെ ചെടി. ഇപ്പം ഇത് ചില സ്ഥലത്തൊന്നും ഈ മഞ്ഞളിൻ്റെ ചെടി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് വെള്ളത്തിലിട്ടാൽ വളരുന്നൊരു ചെടിയാണ്. ഇത് വലുതാവുന്നേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗാർഡൻ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഗാർഡൻ. ഇപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ അവിടെ ഉള്ള സ്റ്റോറേജ്. ഇതൊക്കെ പാത്രങ്ങൾ ഇവിടെയൊക്കെ ഇത് ഞങ്ങൾക്കൊരു അനിയുണ്ട് കേട്ടോ. ഇപ്പം ഇതാണ് നമ്മുടെ പഴയ അടുക്കള. മറ്റേ എന്താ പറയുക, അടുപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ തന്നെ ഇവിടെ ഞങ്ങൾ കുക്കിംഗ് ചെയ്യാറുണ്ട്. ഈ കിടക്കുന്ന സാധനം ഇവിടെയാണ് അമ്മിക്കല്ല്. അമ്മിക്കല്ലിൻ്റെ തൊട്ട് മുകളിലാണ് ഞങ്ങളുടെ കിളീൻ്റെ കൂടുള്ളത്. അല്ല, ഞങ്ങൾ രാത്രി വിളിക്കും. ഇതാണ് ഞങ്ങളുടെ പുതിയ അടുക്കള. സ്റ്റവ് ഇതൊക്കെ ഉണ്ട്. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ ഹാള് ഉണ്ട്. ഹാളില് ഒരു ടേബിളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാനുള്ള. ഇത് മേമയുടെ റൂം, അത് ഓഫീസ്. മുകളിൽ പിന്നെ കുറേ റൂമുണ്ട്. ഇത് നമ്മുടെ കളരിയാണ്. നമുക്ക് കാണിച്ചു തരാം. ഞാൻ ഇതിൽ നല്ല തേനാണ്. അപ്പോൾ നമുക്ക് ഞാനിതൊന്ന് കുടിച്ചു. ഇത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പറിക്കണ്ട,
നമുക്ക് തൽക്കാലം ഒരു 2 അതെല്ലാം ഞാൻ എടുത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഇങ്ങനെ വീഴ്ത്തണ്ട അല്ലേ? ഇത് വളർന്ന പാടില്ലാണ്ട് വളർന്നു നോക്കാൻ. നല്ല ടേസ്റ്റ്. വീടിൻ്റെ ബാക്കിലായിട്ട് നാരങ്ങച്ചെടി, പിന്നെ മറ്റേ എന്തോ ഒരു കയ്പിൻ്റെ ഒരു ചെടിയാണ്. വേപ്പിലാൻ്റെ പുളി മരം ഉണ്ട്.